ഒരു താറാവ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന കഴിക്കുമെന്നല്ലാതെ ഞാനിതുവരെ താറാവ് കറി ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ UK വന്നപ്പം താറാവ് കറി കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അസ്തയിൽ പോയിട്ടൊരു വോൾ ഡക്കിനെ മേടിച്ചു. ഇനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് കറി എടുക്കണം, കറി ഉണ്ടാക്കണം. താറാവിനെ ഇതുവരെ കട്ട് ചെയ്ത് നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കൊച്ചുറങ്ങുന്നു, ഇവനൊരുത്തും താഴെ ഇരിക്കുന്നു. ഇവർ കൊച്ചെ ചെറുത് എണീക്കുന്നതിൻ്റെ മുമ്പാണ് ഇത് ഉണ്ടാക്കി തീർക്കാനായിട്ട്. ഓക്കെ, നോക്കാം. താറാവിൻ്റെ ലിവറും നെക്കും ഒരു വേറെ പാക്കറ്റിലാക്കി അവിടെ സൈഡിലുണ്ടായിരുന്നു. നമുക്കിത് 2 കിലോ ഉള്ളെങ്കിൽ നല്ലൊരു വെയിറ്റ് തോന്നുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും ലോറ ബേബി എണീറ്റു. ആദ്യം ഡക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിലൊരു ഒറ്റ സ്റ്റീം വേവിക്കും. അപ്പം അതിനുള്ള പ്രിപ്പറേഷനാണിപ്പം. ഡക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്. ഇനിയിപ്പോൾ അത് വേവിക്കണം. അതിൽ നിന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. വെളുത്തുള്ളി ഞാൻ സാധാ നോർമൽ മേടിക്കും. ഇഞ്ചി ഇവിടെ ഫ്രോസൺ ക്യൂബാക്കി അവർ ആദ്യം പേസ്റ്റ് ആക്കും, പിന്നെ അത് ക്യൂബാക്കും. അങ്ങനെ ഫ്രോസൺ കിട്ടും. അലോറ ഇവിടെ കബോർഡിൻ്റെ ഉള്ളിൽ കൊണ്ട് കൈ കുടുങ്ങി വേദനിച്ചു കരഞ്ഞു. അപ്പം ഇനി എന്നെ എടുക്കാൻ പറയും ഇവിടെ. നിനക്ക് തിന്നാനുള്ളതല്ല, ഇത് ഇഞ്ചിയാണ്. ഒരു പകുതി ഇഞ്ചി ഇപ്പം എടുക്കുന്നുള്ളൂ കുക്കറിൽ വേവിക്കുന്ന സമയത്ത്. താറാവിനെ കുക്കറിലാക്കി. ഇനി അതിലേക്ക് കുറച്ച് 2 പച്ചമുളക്, ഇഞ്ചി പകുതി, ഒരു 3-4 വെളുത്തുള്ളി ഇട്ടു. കുരുമുളക് പൊടി ഇടുന്നില്ല. അമ്മനെ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുരുമുളക് പൊടി ഇടണ്ട, മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി, ഉപ്പ്. അപ്പോൾ ഇതിന് അടുപ്പിലിരുന്ന് ഒരു സ്റ്റീം വേവട്ടെ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. മൊബൈൽ നോക്കി മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു, കുറച്ച് മഞ്ഞപ്പൊടി കൂടിയെന്ന് തോന്നുന്നു. എല്ലാവരും ഞാനവിടെ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് അവിടെ കാലിൻ്റെ അവിടെ പിടിച്ച് നിൽക്കും. അവിടെ അങ്ങനെ കുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാ അലോറ എവിടെ? അലോറയ്ക്ക് ഒരു സ്റ്റിക്കും കൂടെ എടുത്തു കൊടുത്തേ. അലോറ പിടിച്ച് നിൽക്കുള്ളൂ, കൈവിട്ട് നിൽക്കാനായിട്ടില്ല. രണ്ട് കുഞ്ഞിപ്പല്ലേ ഉള്ളൂ.
നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. നെയ്യുള്ള താറാവായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്തു. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, 2 ജാതിയുടെ തൊലി, ജാതിപത്രി. അടുത്തൊരു ജാറെടുത്തു. അതിലേക്കൊരു 3 ഏലക്ക, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇടുകയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, തുള്ളി ഉപ്പ് കൂടിയാണ്. ഇനി അത് വെള്ളം കൂട്ടി അരയ്ക്കും. അരച്ച് ചേർത്ത മല്ലിപ്പൊടി അതിലേക്ക് ചേർത്തു. ഇനി ഒന്ന് വഴറ്റിയെടുക്കും ഒന്നും കൂടെ. ഞാനിതിൽ ഗരം മസാല 1 സ്പൂൺ ചേർത്തു. പിന്നെ പുളിക്ക് വേണ്ടി വിനാഗിരി ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം. 2ാം പാൽ ആദ്യം ഒഴിക്കാം. മാഗിയുടെ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വേപ്പില ഇടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് വേപ്പില ഇടാം. ഇന്ന് കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ വേപ്പില ഇടും. ഫ്രോസൺ വേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. ഇതിലേക്ക് ഇനി 1ാം പാല് ചേർക്കുകയാണ്. ഇനി കടുക് പൊട്ടിച്ച് ചേർക്കാനുണ്ട്. സവോള വഴഞ്ഞു വന്നു. ഇത് അതിലേക്ക് ചേർക്കാം. ഞാൻ ഡക്കിൻ്റെ ടേസ്റ്റ് നോക്കി. ഭയങ്കര താറാവിനൊരു കുത്തല ചൊവ ഉണ്ടല്ലോ. താറാവ് കഴിച്ചവർക്ക് അറിയാം. അതിൻ്റെ ഒരു ചൊവ, താറാവിൻ്റെ ചൊവ അത് വളരെയധികം കൂടുതലാണ് ഇതിന്. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ഇറച്ചിക്ക്. ഇതിന് പിള്ളേരും സ്റ്റെമിയും കഴിക്കുമെന്ന് കണ്ടറിയണം. എനിക്ക് താറാവ് ഇറച്ചി ഇഷ്ടമാണ്. പക്ഷെ ഇത് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കഴിക്കാനായിട്ട്. കഴിച്ച് നോക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അപ്പത്തിന് അരച്ച് വെക്കണം. താറാവ് കറി കഴിച്ച് നോക്കി. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ ഒപ്പം നല്ല ടേസ്റ്റാണ് ചാറിന്. പക്ഷെ അതിൻ്റെ മാംസം കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് താറാവ് കഴിച്ച് ശീലമുള്ളവരായിരിക്കണം. നല്ല കുത്തൽ ചൊവ്വയാണ്. ഇനിയൊരു താറാവ് മേടിച്ച് കറി ഉണ്ടാക്കൽ ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.